എന്തു പറ്റി ആന്റി? ഇങ്ങനെ ടെൻഷൻ അടിച്ചു നിൽക്കുന്നേ? ടെൻഷൻ അടിക്കേണ്ട കാര്യങ്ങളൊക്കെ ഇപ്പോഴാ എന്റെ ചേച്ചി പറഞ്ഞത്. പൂജ ക്യാൻസൽ ചെയ്യുന്നെങ്ങനെ പറഞ്ഞോ? അതല്ല. പിന്നെന്താ? എല്ലാരും പടികൾ കയറി മുകളിലേക്ക് പോണം. അതാ ഇപ്പൊ ഇവിടുത്തെ ട്വിസ്റ്റ്. ഇതൊരു പൂജയായിട്ടല്ല, പണിഷ്മെന്റ് ആയിട്ടാ തോന്നുന്നേ. നിനക്ക് താല്പര്യമില്ലെങ്കിൽ നീ വരണമെന്നില്ല മഞ്ജരി. മഞ്ജരി വെറുതെ തമാശ പറഞ്ഞതല്ലേ ജയദേവേട്ട. ഓ അവക്ക് പടികേറാൻ പ്രശ്നമൊന്നുമില്ല. ഓ എന്നെ വെറുതെ വലിച്ചഴിക്കുന്ന എന്തിനാ ആന്റി? ഈ പൂജയിൽ നിനക്ക് മിഥുനൊപ്പം ഇരിക്കണോ വേണ്ടയോ? വേണമെന്നുണ്ടെങ്കിൽ നീ പടി കയറിയേ പറ്റൂ. മോളെ ചാരു, പൂജാ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടില്ലേ? ആ, ഇപ്പൊ എടുത്തിട്ട് വരാം ആന്റി. ശരി ആന്റി. പൂജ ചെയ്യുന്നത് ആരാണോ അവരെ ഇത് മുകളിലേക്ക് എത്തിക്കണ്ടേ. മോളെ മേഘന, നീ അതെടുത്തോളൂ. പൂജാ സാധനങ്ങളെല്ലാം ഞാൻ എടുക്കാം. അത് നീ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ മഞ്ജരി. ഈ പൂജയ്ക്കും ഇതിനൊപ്പം ഇരിക്കുന്നത് ഞാനായിരിക്കും അങ്കിൾ. മിഥുനോടൊപ്പം നീ ഇരിക്കേണ്ട കാര്യമില്ല മഞ്ജരി. മേഘനയോടൊപ്പം ഇരുന്ന് ഈ പൂജ ചെയ്യാൻ കഴിയില്ല എന്ന് മിഥുൻ പറഞ്ഞു കഴിഞ്ഞല്ലോ ചേച്ചി. മിഥുൻ താലി കെട്ടിയ മേഘനയാണ് മിഥുനോടൊപ്പം ഇരിക്കേണ്ടത്. അല്ലാതെ മഞ്ജരി ഇരുന്നിട്ട് എന്താ പ്രയോജനം? അങ്ങനെ വേണ്ടെന്ന് മിഥുൻ പറയട്ടെ ആന്റി. എന്താ മിഥുൻ, ഇതിനൊക്കെ സമ്മതിച്ചത് നീയാണോ? അതെ ഡാഡ്. അതെങ്ങനെയാ മിഥുനെ ശരിയാവുന്നേ? ഇത് ഞാൻ സമ്മതിക്കില്ല. എല്ലാരും എന്റെ സമ്മതമില്ലാതെയല്ലേ എന്നെ ഇവിടം വരെ എത്തിച്ചത്. അതുകൊണ്ട് എന്റെ മോമിപ്പോ എന്റെ ഈ തീരുമാനത്തെ അംഗീകരിച്ചേ മതിയാകൂ. മോനെ, ഞാൻ പറയുന്നതൊന്ന്. നീ ഒന്ന് സമാധാനിക്കണ്ടായിരുന്നേ. മുകളിലെത്തിയിട്ട് നമുക്ക് സംസാരിക്കാം. മിഥുനെ എങ്ങനെയെങ്കിലും സമ്മതിപ്പിക്കണമെന്ന് ഭാർഗവപ്പണിക്കര് പറഞ്ഞത് നീ മറന്നു? എന്നാലും ഇതൊക്കെ ചെയ്യേണ്ടത് മേഘനയല്ലേ ജേട്ടാ? ഇതെല്ലാം ഇപ്പൊ മുകളിലെത്തിച്ച മഞ്ജരി മിഥുന്റെ ഭാര്യ വന്ന് കരുതിയോ? അത് സമ്മതിക്കമ്മേ. സാധനങ്ങളെല്ലാം മഞ്ജരി തന്നെ മുകളിലെത്തിക്കട്ടെ. എനിക്കതിൽ എതിർപ്പൊന്നുമില്ല. എന്താ മേഘന ഈ പറയുന്നേ? മിഥുനേട്ടനും ചിക്കു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടപ്പോ ഞാനിവിടെ ഒരു വഴിപാട് നേർന്നിരുന്നമ്മേ. ആദ്യത്തെ 51 പടികളിൽ മഞ്ഞളും കുങ്കുമവും തേച്ച് കർപ്പൂരം കത്തിച്ച് മുട്ടുകുത്തി പ്രാർത്ഥിച്ച് മുകളിലേക്ക് ദർശനത്തിന് ചെല്ലാന്ന്. എന്തിനാ മോളെ ഇത്തരത്തിലുള്ള വഴിപാടുകളൊക്കെ നേരുന്നത്? എത്ര വലിയ ആപത്തിൽ നിന്ന് അച്ഛാ ദൈവം നമ്മളെ രക്ഷിച്ചത്. അപ്പൊ ദൈവത്തിന് വേണ്ടി ഈ ചെറിയ കഷ്ടപ്പാടെങ്കിലും നമ്മൾ സഹിക്കണ്ടേ? ഇത്രയും പടികൾ നടന്നു കയറാൻ തന്നെ കഷ്ടപ്പാടാ. പിന്നെ ഇതെങ്ങനെ മുട്ടുകുത്തി കയറുമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ആന്റി. ഇങ്ങനെയൊക്കെ ഓരോന്ന് ചെയ്ത് മിഥുന്റെ സിമ്പതി എങ്ങനെയും പിടിച്ചു പറ്റാൻ ശ്രമിക്കുകയാണ് മേഘന. ഇനി എന്തൊക്കെ ചെയ്താലും മിഥുനൊപ്പം പൂജയിൽ ഞാനേ ഉണ്ടാവൂ. ദൈവം നിന്റെ ദുരിതങ്ങൾ മാറ്റിത്തരുമ്പോ അതിലും വലിയ പ്രശ്നങ്ങളെ നീ വിളിച്ചു വരുത്തുന്ന മേഘന. പക്ഷെ നീ ഇത് ആർക്ക് വേണ്ടിയാണോ ചെയ്യുന്നത്? അവരിതൊന്നും മനസ്സിലാക്കാൻ പോലും ശ്രമിക്കുന്നില്ല. ആവശ്യമില്ലാതെ നീ വെറുതെ മിഥുനെ ദേഷ്യം പിടിപ്പിക്കണ്ട. ആ നടക്ക്, നമുക്ക് മുകളിലേക്ക് പോവാം. നടക്ക ആന്റി. ആന്റി, അവരെല്ലാം അവിടെ എത്തുന്നതിന് മുമ്പ് നമുക്ക് അവിടെ എത്തണം. വേഗം വരാൻ നോക്ക്. നിനക്ക് എന്താ മഞ്ജരി, റോഡിലെ റണ്ണിംഗ് റേസ് നടത്തുന്നതാണോ നിന്റെ വിചാരം? കുത്തനെയുള്ള കയറ്റോ, ഒന്ന് സ്ലിപ്പ് ആയാലുണ്ടല്ലോ ബോധമില്ലാതെ മൂക്കും കുത്തി താഴെ വീണ് കിടക്കും. വെറുതെ അപശകനൊന്നും പറയില്ല ആന്റി. വേഗം നടക്കാൻ നോക്ക്. നിക്ക് മിഥുൻ,
നീ ഞങ്ങളെ ഒന്ന് സഹായിക്കണം മിഥുൻ. ഞാൻ എന്ത് സഹായം ചെയ്യേണ്ട മോം? കർപ്പൂരം കത്തിച്ച് മേഘന പടി കയറുമ്പോ നീയും അവളുടെ കൂടെ ഉണ്ടായിരിക്കണം. അതെ മിഥുൻ, നീ ഉറപ്പായിട്ടും അങ്ങനെ തന്നെ ചെയ്യണം. മിഥുൻ, ഇതെങ്കിലും ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് അനുസരിക്കേ. എന്റെ അമ്മേ, എന്റെ കാല് വേദനിക്കുന്നു. എന്നെ കൊണ്ട് ഇനി വയ്യ ആന്റി, ശ്വാസം കിട്ടുന്നില്ല. ഈ സാധനങ്ങൾക്കൊക്കെ ഇത്രയും വെയിറ്റ് ഉണ്ടായിരുന്നോ? ഇതെല്ലാം പിടിച്ച് ആ പടി കയറുന്നത് വളരെ കഷ്ടപ്പാടാ. ഇതാണ് നിനക്ക് കഷ്ടമായിട്ട് തോന്നുന്നത്? കഷ്ടപ്പാട് എന്താന്ന് നീ ഒന്ന് തിരിഞ്ഞു നോക്ക്. ഈ ഒരു ചെറിയ പ്ലേറ്റ് എടുക്കുമ്പോ തന്നെ നിനക്ക് ശ്വാസം കിട്ടുന്നില്ല അല്ലേ? ആ മേഘന ക്ഷീണമില്ലാതെ മുട്ടുകുത്തിയ ഈ പടി മുഴുവനും കേറുന്നേ. അത് അവള് വരുത്തി വെച്ചതല്ലേ. മിഥുനും ചിക്കുവിനെ രക്ഷിക്കാൻ അവള് തന്നെയല്ലേ ഈ വഴിപാട് നടന്നത്. പക്ഷെ എനിക്ക് പറ്റുന്നില്ല. ഈ മടി കൊണ്ടാണല്ലോ നീ ഇപ്പോഴും ഇതും പിടിച്ചു നിൽക്കുന്നത്. അവരിങ്ങ എത്താറായി. നടക്ക്. കുറച്ചു നേരം ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ ആന്റി. നമുക്ക് മുകളിലേക്ക് പോയിട്ട് എത്ര നേരം വേണമെങ്കിലും റെസ്റ്റ് എടുക്കാം. നിനക്ക് കാല് കുത്തി നടക്കാൻ പറ്റുന്നില്ല. ആ മേഘനെ നോക്ക്, മുട്ടുകുത്തി തേങ്ങി എത്താറായി. ഒന്ന് നടക്കും മഞ്ജരി. നിങ്ങളെന്താ ഇവിടെ നിൽക്കുന്നത്? മുകളിലേക്ക് നടക്ക്. ഞാൻ തളർന്നിട്ടോ ക്ഷീണിച്ചിട്ടോ റെസ്റ്റ് എടുക്കാൻ നിന്നതൊന്നുമല്ല. നിങ്ങളെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. ഇവള് വെറും ഒരു കള്ളി മാത്രമല്ല, നല്ലൊരു കൺവിൻസിങ് സ്റ്റാറും കൂടിയാ. ഈശ്വരൻ എപ്പോഴും നിന്റെ കൂടെയുള്ളതിന്റെ തെളിവായത്. നിന്റേതായ ഒന്നും ആർക്കും തട്ടിപ്പറിക്കാനാവില്ല. എപ്പോഴാണെങ്കിലും അത് നിന്റെ കയ്യിൽ എത്തിച്ചേരും. നീ എപ്പോഴും പ്രാർത്ഥിക്കുന്ന നിന്റെ ഭർത്താവിനെയും മോനെയും രക്ഷിച്ച ഈശ്വരൻ, അദ്ദേഹത്തിന്റെ കാരുണ്യം മാത്ര ഇപ്പോഴും നിന്നെ രക്ഷിക്കാൻ പോകുന്നു. ഈശ്വരൻ എപ്പോഴും നിന്റെ കൂടെ ഉള്ളതിന്റെ തെളിവാണ് മോളെ ഇത്. സൂക്ഷിച്ചു. ഞാൻ കഷ്ടപ്പെട്ട് അത്രയും സ്റ്റെപ്സ് കയറിയിട്ടും ഒരു പ്രയോജനം ഇല്ലാതായി പോയല്ലോ. അവസാനം അതെല്ലാം
അവളുടെ കയ്യിൽ തന്നെ എത്തിച്ചേർന്നു. കഷ്ടപ്പാട് മുഴുവൻ എനിക്കും, ഫലമല്ല അവൾക്കും. അതാ ഞാൻ ആദ്യമായി പറഞ്ഞത്, വേഗം നടന്നു കേറാൻ. ഞാൻ പറഞ്ഞിട്ട് നീ അനുസരിച്ചോ? ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന എനിക്കെങ്ങനെ അറിയാൻ ആന്റി? ആ മേഘനയുടെ ഓവർ ആക്ടിങ് മാത്രമല്ല, അരുണിമാൻഡിയുടെ ഓവർ ഡയലോഗും ഉണ്ടായിരുന്നു. ഈശ്വരന്റെ അനുഗ്രഹം 24 മണിക്കൂറും മേഘനയുടെ കൂടെയാണെന്ന് പറഞ്ഞത് കേട്ടില്ലേ? ആ പറഞ്ഞതുപോലെ മേഘനയ്ക്ക് ശരിക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടെങ്കിലോ? അതോ നീ മടികൊണ്ട് ആ പാത്രം താഴെ ഇട്ടതാണോ? അങ്ങനെയല്ല ആന്റി. ഇങ്ങനെ ഓരോന്ന് കണ്ടിട്ട് എനിക്ക് പേടിയാവാ ആന്റി. ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് മിഥുന്റെ മനസ്സ് മാറ്റി അവര് രണ്ടുപേരും പൂജ ചെയ്യോ? എനിക്കും അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടോ മഞ്ജരി? മിഥുനെ ചിലപ്പോ അവര് കൺവിൻസ് ചെയ്തെന്ന് വരും. അങ്ങനെ ഒരിക്കലും നടക്കാൻ പാടില്ല. എപ്പോഴും എല്ലാത്തിന്റെ അവസാനം ഞാൻ ചെയ്യുന്നതിന്റെയൊക്കെ ഫലം അവൾക്കാ കിട്ടുന്നത്. ഇനിയെങ്ങാനും പട്ടി ചന്തയ്ക്ക് പോയിട്ട് വന്നതുപോലെ ആയിരിക്കും നിന്റെ അവസ്ഥ. വെറുതെ തമാശ പറയല്ല ആന്റി. നമുക്ക് എന്തെങ്കിലും ഒരു പ്ലാൻ ഉണ്ടാക്കിയേ പറ്റൂ. എന്ത് പ്ലാന്? മേഘനേക്കാളും ഗ്രേറ്റ് ഞാൻ തന്നെയാണെന്ന് മിഥുന് ഫീൽ ചെയ്യണം. എല്ലാവരും കൺവിൻസ് ആവുകയും വേണം. എല്ലാവരെയും കൺവിൻസ് ചെയ്യുന്നത് ഈസി അല്ല. മിഥുനെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നതല്ലേ നല്ലത്? ഐഡിയ ആന്റി. എന്റെ മനസ്സിൽ ഒരു ഐഡിയയും തോന്നുന്നില്ല മഞ്ജരി. എനിക്കൊരു ഐഡിയ കിട്ടിയെന്നാ പറഞ്ഞേ. ആന്റി ആ പാമ്പിന്റെ പുറ്റ് കണ്ടില്ലേ? ആ പുറ്റിന്റെ മുന്നിൽ ഒരുപാട് പേര് പാല് കൊണ്ടുവയ്ക്കും. പക്ഷെ അതിലെ സർപ്പം എല്ലാവരും കൊണ്ടുവയ്ക്കുന്ന പാല് കുടിക്കാറുമില്ല. അതിലിപ്പോ എന്ത് ചെയ്യാനാ? ഈ പൂജയുടെ ഭാഗമായിട്ട് ആ പുറ്റിന് മുന്നിൽ പാല് വെക്കണമെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ? അവിടെ ഞാനും മേഘനയും ഒരുമിച്ച് 2 പാത്രം പാല് വെക്കുന്നു. ആ സമയത്ത് പുറ്റിനകത്തുള്ള സർപ്പം പുറത്തു വന്ന് ആര് വെച്ച പാലാണ് കുടിക്കുന്നതെന്ന് നോക്കാം. സർപ്പം ഞാൻ വെച്ച പാല് തന്നെ കുടിക്കും. സോ ആ സർപ്പം നീ വെച്ച പാല് കുടിച്ചു കഴിഞ്ഞാ ഈശ്വരാനുഗ്രഹം നിനക്കാണെന്ന് വരുത്തി തീർക്കാം. അത് എല്ലാവരോടും പറഞ്ഞ് നീയും മിഥുനും ഈ പൂജയ്ക്ക് ഒന്നിച്ചിരിക്കും. അതല്ലേ പ്ലാൻ? എക്സാക്ട്ലി ആന്റി. പിന്നെ മിഥുൻ മാത്രമല്ല, എല്ലാവരും കൺവിൻസ് ആയിക്കോളും. പ്ലാൻ നന്നായിട്ടുണ്ട്. അധികം താമസിയാതെ വർക്ക്ഔട്ട് ചെയ്യാൻ നോക്കാം. വാ. പൂജാ സാമഗ്രികളെല്ലാം ഹോമകുണ്ടത്തിലേക്ക് വെച്ചോളൂ മോളെ. ഞാനും എന്റെ മകൾ ചക്കി മാത്രം ഇവിടെ ഇരിക്കൂ. ഇത് കുടുംബസമേതം ചെയ്യേണ്ട ഹോമമാണ് മിഥുൻ. എന്താ അരുണിമേ, ഇതൊന്നും മിഥുനോട് പറഞ്ഞിട്ടില്ലേ? അതൊക്കെ എനിക്കറിയാം. പക്ഷെ മേഘനയ്ക്കൊപ്പം ഇരിക്കാനാവില്ല. പൂജാ സാധനങ്ങൾ ഇവിടെ കൊണ്ടെത്തിച്ചത് മേഘനയല്ലേ? അപ്പൊ അവൾക്കൊപ്പമാണ് പൂജ ചെയ്യേണ്ടത്. അതെങ്ങനെ മേഘന ഇവിടെ എത്തിച്ചത്? കഷ്ടപ്പെട്ട് പകുതി വരെ എത്തിച്ചത് ഞാനായിരുന്നു. അവിടെ എന്റെ കാലൊന്ന് തെറ്റിയപ്പോ അത് മേഘന അവക്ക് വേണ്ടി ഉപയോഗിച്ചു. അപ്പൊ എന്റെ കഷ്ടപ്പാടിന് നിങ്ങൾ ആരും ഒരു വിലയും കാണുന്നില്ലേ? ആ സാധനങ്ങളെല്ലാം നിന്റെ കയ്യിൽ നിന്ന് തിരിച്ച് അവളുടെ കയ്യിൽ എങ്ങനെ വന്നു? അതിന്റെ അർത്ഥം എന്താ മഞ്ജരി? ഈശ്വരാനുഗ്രഹം അവളുടെ കൂടാണെന്നുള്ളതല്ലേ? ഇങ്ങനെയൊക്കെ സംഭവിച്ചാ ഈശ്വരാനുഗ്രഹം ഉണ്ടെന്നാണോ ജയദേവേട്ട അതിനർത്ഥം? അത് കഴിഞ്ഞിട്ട് മഞ്ജരി ആ പാത്രം മേഘനയുടെ കയ്യിൽ നിന്ന് വാങ്ങിയില്ലല്ലോ. അത് വിട്ടേക്കമ്മേ. നമുക്കിപ്പോ ഈ പൂജ പ്രധാനം. ആദ്യം മിഥുനേട്ടൻ പൂജ ചെയ്യട്ടെ. മിഥുന്റെ ഒപ്പം നീയും ഉണ്ടാകണം മോളെ. മേഘനയ്ക്കൊപ്പം ഞാൻ പൂജ ചെയ്യില്ല. ഇത് ഞാൻ നിന്റെ കാല് പിടിക്കാം. ഈ പൂജ നീ ഭാര്യയുടെ ഒപ്പം ചെയ്യേണ്ടത്. നിനക്കൊപ്പം നിന്റെ കുട്ടികൾ ഉണ്ടാവണം. എന്നാ മാത്രമേ കുട്ടികളിൽ നിന്നും ആപത്ത് മാറൂ. ദയവ് ചെയ്ത് പറഞ്ഞത് കേൾക്ക്. വല്യമ്മയും വല്യച്ഛനും ഭാർഗവ പണിക്കരും എല്ലാവരും നന്മയ്ക്ക് വേണ്ടിയല്ലേ പറയുന്നത്. ഒന്ന് അനുസരിക്കും. ദയവ് ചെയ്ത് സമ്മതിക്ക് ചേട്ടാ. പ്ലീസ് സമ്മതിക്കച്ച. ശരി, ആർക്കൊപ്പം മാത്രമേ ഈ പൂജ ചെയ്യാൻ പറ്റുള്ളെങ്കിൽ എന്റെ ഒപ്പം ഇരിക്കേണ്ടത് മഞ്ജരിയാണ്.
ആ കുട്ടിയെ എങ്ങനെയാ നിന്നോടൊപ്പം ഇരുത്തുക മിഥുൻ? കാരണം മഞ്ജരിയാണ് എന്റെ ഭാവി വധു. താലി കെട്ടിയ ഭാര്യ ജീവനോടെ ഉള്ളപ്പോ മേഘനെ എന്റെ ഭാര്യയായിട്ട് ഞാൻ അംഗീകരിക്കുന്നില്ല. നീ വിവാഹം കഴിച്ചത് മേഘനയാണ്. പക്ഷെ എന്റെ മനസ്സിൽ മഞ്ജരി മാത്രമേ ഉള്ളൂ. അതുപോലെ ഞങ്ങളുടെ കല്യാണം എത്രയും പെട്ടെന്ന് തന്നെ ഉണ്ടാവും. അത് തെറ്റാണ് മിഥുൻ. ശ്രീരാമദേവൻ പോലും അശ്വമേധയാഗം ചെയ്യുന്ന സമയത്ത് സീതാദേവി അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നില്ല. സീതാദേവിയുടെ പ്രതിമ വച്ചാ പൂജ നടത്തിയത്. എന്നിട്ടും മറ്റൊരു സ്ത്രീയെ അടുത്തിരിക്കാൻ അനുവദിച്ചില്ല. അങ്ങനെ പറഞ്ഞു മനസ്സിലാക്കുക പണിക്കരെ. താലി കെട്ടിയ ഭാര്യ കൂടെയുള്ളപ്പോ മറ്റൊരു പെൺകുട്ടിയോടൊപ്പം പൂജ ചെയ്യുന്നത് തെറ്റാണ്. ഞങ്ങൾ പറയുന്നത് അനുസരിക്കുമ്പോൾ ഈ ദൈവസന്നിധിയിൽ ഈശ്വരാനുഗ്രഹമുള്ള മേഘനയോട് നീ ഇങ്ങനെ അന്യായം കാണിക്കരുത്. എന്താ മേഘനയ്ക്ക് മാത്രം ഈശ്വരാനുഗ്രഹമുള്ളൂ? ആ അനുഗ്രഹമൊന്നും എനിക്കില്ലെന്നാണ് പറയുന്നേ. ഉണ്ടായിരുന്നെങ്കിൽ പൂജാ സാധനങ്ങൾ നീ കൊണ്ടുവന്നേന്. ആ ഒരു കാരണം കൊണ്ടാണോ ഇങ്ങനെ തീരുമാനിച്ചത്? മഞ്ജരിക്ക് ഈശ്വരാനുഗ്രഹം ഉണ്ടെന്ന് എങ്ങനെയാ തെളിയിക്കുന്നത് പ്രിയമതേ? അത് ഞാൻ തെളിയിക്കാം. നീ അതെങ്ങനെ തെളിയിക്കുന്നേ? അവിടെ ഒരു പുറ്റ് കണ്ടില്ലേ? അവിടെ ഒരു സർപ്പമുണ്ട്. ഞാനും മേഘനയും അതിനു മുന്നിൽ ഓരോ പാത്രം പാല് വെക്കും. ആ സർപ്പം അതിൽ ആര് വെച്ച പാലാണ് കുടിക്കുന്നത് അയാൾക്കായിരിക്കും ദൈവാനുഗ്രഹം ഉള്ളത്. അയാളായിരിക്കണം മിഥുനോടൊപ്പം പൂജയ്ക്കിരിക്കേണ്ടത്. ഇതെന്ത് പരീക്ഷണമാ മഞ്ജരി? ഈശ്വരാനുഗ്രഹം ഉള്ളത് ആർക്കാന്ന് അറിയണ്ടേ ചെയ്തേ വേണ്ട. ഈ പറഞ്ഞതിന് മേഘനയ്ക്ക് സമ്മതമാണോ? ഈ പരീക്ഷണത്തിൽ മേഘന വിജയിച്ച പൂജയ്ക്ക് മേഘനയോടൊപ്പം ഇരിക്കാമെന്ന് മിഥുൻ ഞങ്ങൾക്ക് ഉറപ്പ് തരണം. ഇങ്ങനൊരു പരീക്ഷണത്തിന്റെ ആവശ്യമില്ലമ്മേ. മിഥുനേട്ടനൊപ്പം ഈ പൂജയ്ക്ക് മഞ്ജരി തന്നെ ഇരിക്കട്ടെ. എനിക്ക് നിന്റെ ദയയുടെയും കാരുണ്യത്തിന്റെ ഒരു ആവശ്യമില്ല മേഘനെ. എനിക്കും നിന്നെ പോലെ ഈശ്വരാനുഗ്രഹമൊക്കെ ഉണ്ട്. ശരി മഞ്ജരി, ആ നാഗദേവതയുടെ അനുഗ്രഹം ആർക്കാണെന്ന് നമുക്ക് നോക്കാം. അതാരാണോ അയാളായിരിക്കും മിഥുനോടൊപ്പം പൂജ ചെയ്യുന്നത്. ഇതിന് മിഥുൻ സമ്മതിച്ചേ മതിയാവൂ. എല്ലാരും നടക്കാം, അങ്ങോട്ടേക്ക് പോ. ഈ പരീക്ഷണത്തിൽ നിന്റെ വിജയം തീർച്ചയാണ് മഞ്ജരി. ഈ പൂജയിൽ മിഥുന്റെ അടുത്ത് നീ സീറ്റ് ഉറപ്പിച്ചോ? അതെനിക്ക് ഉറപ്പല്ല ആന്റി. സർപ്പം ഏത് പുറ്റിൽ നിന്നാ വരുന്നതെന്ന് ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ അത് മേഘനയ്ക്കറിയില്ല. മോളെ മേഘന, നാഗദേവതയോട് മനസ്സുരുക്കി പ്രാർത്ഥിച്ച് നീ ആ പാത്രം അങ്ങോട്ട് വെക്ക്. നീ അതുപോലെ പ്രാർത്ഥിക്കുന്നതായിട്ട് അഭിനയിക്ക്. എന്റെ നാഗദൈവങ്ങളെ, നീയാണ് എന്നെ രക്ഷിക്കേണ്ടത്. നീ മാത്രമാണ് എനിക്കിനി രക്ഷ. മിഥുൻ എന്റെ മാത്രം സ്വന്തമാവണം. നാഗദൈവങ്ങളെ, ഈ പരീക്ഷണത്തിൽ ആര് വിജയിച്ചാലും പ്രശ്നമല്ല. പൂജ നടക്കണം. എന്റെ കുട്ടികളിൽ നിന്ന് ആപത്തെല്ലാം മാറിപ്പോണം. അതെ, നമുക്കധികം സമയമില്ല. രണ്ടുപേരും പുറ്റിന്റെ മുമ്പിൽ പാല് വയ്ക്ക്. ഇതെന്താ ആന്റി, പാലിന്റെ മണം അടിച്ചപ്പോ തന്നെ സർപ്പം പുറത്തേക്ക് വരുന്നേ? പാല് വെക്കുന്നതിന് മുമ്പേ ഇതെന്തിനാ പുറത്തേക്ക് വരുന്നേ?
അത് ദൈവ സർപ്പമാണ്. ദൈവത്തെയാണോ നീ കളിയാക്കുന്നത്? ആ ഇതെന്താ പെട്ടെന്ന് പുറത്തേക്ക് വന്നേ? എന്തോ ഈ പുറ്റ് നീ വിചാരിക്കുന്ന പോലെയല്ല പവർഫുൾ ആണ്.